പുൽവാമയിലെ ചാവേർ സ്ഫോടനത്തെ തുടർന്നുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജമ്മുവിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ ഇന്ന് 3 മണിക്കൂർ നേരത്തേക്ക് പിൻവലിച്ചു. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ജമ്മുവിലേക്കുള്ള വാഹനയാത്രയും ഇന്നു മുതൽ അനുവദിക്കും. അതേസമയം ജമ്മുകശ്മീരിലുടനീളം സമാധാന സാഹചര്യം തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായി ജമ്മുകശ്മീർ DGP ദിൽബഗ് സിംഗ് പറഞ്ഞു. പുൽവാമയിൽ നിന്ന് വിശദാംശങ്ങളുമായി R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ജമ്മുകശ്മീർ DGPയുടെ ഭാഗത്തു നിന്ന് തന്നെ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്ക നിറഞ്ഞൊരു പ്രസ്താവനയാണ് ലഭിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും നിമ്മി സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീർ DGP വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജമ്മുവിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള അക്രമങ്ങൾ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ആസൂത്രണം നടത്തിയ സംഘടനകൾ, ആ സംഘടനകൾക്ക് പാകിസ്ഥാൻ സഹായം അടക്കമുള്ളവ ഉണ്ട് എന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ പാക് സംഘടനകളുമായി ബന്ധമുള്ളവരുടെ പ്രകോപനത്തിന് അനുസൃതമായിട്ടാണ് ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ജമ്മു മേഖലയിൽ ശ്രീനഗറിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അടക്കം മർദ്ദനമേക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം സംബന്ധിച്ച് ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനകൾ, ആ സംഘടനകൾ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സംഭവം ആസൂത്രണം ചെയ്തത് എന്നാണ് ജമ്മു കാശ്മീർ DGP വ്യക്തമാക്കുന്നത്. ഇതിന് അനുബന്ധമായിട്ട് തന്നെ ശ്രീനഗർ അടക്കമുള്ള മേഖലകളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഈ പ്രതിഷേധ പരിപാടികൾ അക്രമത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം വളരെ പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആരുടെയും പ്രകോപനങ്ങൾക്ക് വിധേയരാകരുതും എന്നാണ് ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ അക്രമങ്ങൾക്ക് പിന്നിലുള്ളവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പാക് അനുകൂല സംഘടനകളുടെ സമ്മർദ്ദത്തിന്റെയും അവരുടെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് സമാധാനം തകർക്കുന്ന പ്രവർത്തനത്തിലേക്ക് ആരും പോകരുതും എന്നുള്ള അഭ്യർത്ഥനയാണ് ജമ്മു കാശ്മീർ പോലീസ് നടത്തുന്നത്. ജമ്മുവിൽ ഇന്ന് കർഫ്യൂ, കഴിഞ്ഞ 6 ദിവസമായി കർഫ്യൂ ഉണ്ട് ജമ്മുവിൽ. ആ കർഫ്യൂ ഇന്ന് 3 മണിക്കൂർ നേരത്തേക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 8 മണി മുതൽ 11 മണി വരെയുള്ള സമയത്താണ് കർഫ്യൂവിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂറോളം പൂർത്തിയായി. അരമണിക്കൂർ സമയം മാത്രമേ ഇനി കർഫ്യൂ തുടരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കർഫ്യൂ ഇനി കൂടുതൽ സമയത്തേക്ക് ഇളവ് നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് തന്നെ അറിയിക്കുന്നത്. ഈ 2.5 മണിക്കൂറിൽ വലിയ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിലുള്ള യാതൊരു സംഘർഷവും ജമ്മുവിലോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ മറ്റു പ്രദേശങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുൽവാമ അക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം NIAയുടെ വിപുലമായിട്ടുള്ള സംഘം ഇന്ന് സ്ഫോടനം നടന്ന മേഖലയിലും ഒപ്പം തന്നെ തീവ്രവാദികൾ ഏറ്റുമുട്ടലിന് വിധേയരായ പുൽവാമയിലെ മേഖലയിലും എത്തി പരിശോധനകൾ നടക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം, ഡൽഹിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഈ 2 മേഖലകളിലും 2ാം ഘട്ട പരിശോധനകൾക്കായിട്ട് ഇന്ന് എത്തുന്നുമുണ്ട്. നിമി രാധാകൃഷ്ണൻ, ഒപ്പം പുൽവാമയിൽ നിന്ന് രാധാകൃഷ്ണൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തദ്ദേശീയരുടെ ഒരു പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. കാരണം ആദ്യഘട്ടത്തിൽ സ്ഫോടനം നടന്ന ഉടൻ തന്നെ സംശയിക്കപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. കാരണം ദിവസങ്ങളോളം സൈനിക വാഹനം മഞ്ഞുവീഴ്ചയെ തുടർന്ന് തടസ്സപ്പെട്ട് കിടക്കുന്നു. തുടർന്ന് വാഹനം യാത്ര തുടരവേ തന്നെ എങ്ങനെ ഒരാൾ അവിടെ എത്തിപ്പെട്ടു, ഇത്രയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചൊരു വാഹനം അവിടെ എങ്ങനെ എത്തി എന്നതിലടക്കം സംശയങ്ങളുണ്ടായിരുന്നു. തദ്ദേശീയരുടെ പങ്ക് സംബന്ധിച്ച് NIAക്ക് ലഭിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരമുണ്ടോ? തീർച്ചയായിട്ടും നിമ്മി, NIA ഉദ്യോഗസ്ഥരുമായി നമുക്ക് ഇന്നലെ തന്നെ സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. NIA ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ തദ്ദേശീയരായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നാണ് അവർ പറയുന്നതനുസരിച്ച്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ISIയുടെ നിർദ്ദേശമനുസരിച്ച് ജെയ്ഷെ മുഹമ്മദാണ് ഈ പദ്ധതികൾ ജമ്മു കാശ്മീരിൽ ആസൂത്രണം ചെയ്തത്. ഇത് ആസൂത്രണം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് വിഘടനവാദ സംഘടനകൾ, പ്രത്യേകിച്ച് ഹുറിയത്ത് കോൺഫറൻസ് അടക്കമുള്ള സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നാണ്. ഈ ഹുറിയത്ത് കോൺഫറൻസ് പ്രാദേശികമായിട്ട് വളരെ ശക്തമാണ് ഈ പുൽവാമ മേഖലയിൽ. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ അനുവദിക്കാത്ത ഒരു മേഖലയാണ് ഈ കാശ്മീരിലെ ഈ 4 ജില്ലകൾ. പുൽവാമ അടക്കമുള്ള 4 ജില്ലകളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിനുപോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വളർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായി
കരുതുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പുൽവാമയിൽ ഈ വിധത്തിലുള്ള ഒരു പദ്ധതികളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പിംഗ്ലേന പോലെയുള്ള ഒരു ഗ്രാമം തിരഞ്ഞെടുത്തത് തീവ്രവാദികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ഒരു ഒളിത്താവളം ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ്. പിംഗ്ലേനയിൽ പ്രാദേശികമായിട്ട് വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു ഭൂരിപക്ഷം എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ പിംഗ്ലേനയിലെ ആളുകൾ ഈ സംഘടനകളുടെ അനുഭാവികളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ജനവാസ മേഖല ഏതാണ്ട് 200 വീടുകൾ ഉള്ള ഒരു മേഖലയിൽ ആ മേഖലയിലെ 3 വീടുകളാണ് വളരെ സൗകര്യപൂർവ്വം ഇവർക്ക് ഒരു ഒളിത്താവളം എന്നതിന് ഉപരിയായിട്ട് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ പിംഗ്ലേനയിൽ ഇവർക്ക് ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏതാണ്ട് ആഴ്ചകളായിട്ട് തന്നെ ഇവർ ഈ കമ്രാൻ അടക്കമുള്ളവർ ആ മേഖലയിൽ വളരെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം തങ്ങൾക്ക് അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് NIA പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പ്രത്യേകിച്ച് ഈ സിവിലിയനായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അയാളുടെ വീടിൻ്റെ നേരെ സമീപത്തുള്ളതാണ് ഈ 3 വീടുകൾ, തീവ്രവാദികൾ തങ്ങിയിരുന്ന ഈ 3 വീടുകൾ. ഇയാൾ വളരെ അടുത്ത് ഈ കൊല്ലപ്പെട്ട കമ്രാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഈ സംഘം സൈനിക നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ തദ്ദേശീയനായിട്ടുള്ള ആൾ ഇവരെ സഹായിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും ഒക്കെ NIA പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ മാത്രമല്ല ഈ വീടിൻ്റെ ഉടമയെ സംബന്ധിച്ച് ഇവിടെ താമസിച്ചത് ആരാണ് എന്ന് തനിക്കറിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. പക്ഷേ അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ NIA തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ താമസിച്ചവരെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭ്യമാക്കണം എന്ന് അദ്ദേഹത്തിനൊരു നോട്ടീസ് നൽകും NIA എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ പുൽവാമയിൽ നിന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം കശ്മീരിലടക്കം പാകിസ്ഥാൻ സമാധാന സാഹചര്യം തകർക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതായി ജമ്മു കശ്മീർ DGPയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്.